ഹലോ ഗായ്സ്, ഇന്ന് നോക്കാൻ പോകുന്നത് എൻ്റെ ക്രിസ്മസ് എക്സാം സ്റ്റഡി പ്ലാനിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എല്ലാ സ്റ്റഡി പ്ലാൻസ് ഒന്നും ഇല്ല. എന്ത് സ്റ്റഡി പ്ലാൻ ആള് തുടങ്ങുന്നു എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഞാൻ കാണിച്ചതാണ്. ജസ്റ്റ് ചെറിയ ആക്കി ഞാൻ നാളെ ഒരു വീഡിയോയിൽ കാണിച്ചായിരുന്നു. ഇങ്ങനെ ഒട്ടിക്കണൊക്കെ കാണിച്ചു തരാം. എന്താ ഇതൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് തന്നെയാണെങ്കിപ്പോൾ ഞാൻ നാളെ തന്നെ 30 ദിവസത്തിൻ്റെ ചലഞ്ച് തുടങ്ങിയിരുന്നു നവംബർ 1 തന്നെ. പക്ഷെ അത് 10 ദിവസമൊക്കെ നമ്മൾ നല്ലപോലെ പഠിച്ച് ഷെഡ്യൂളൊക്കെ വെച്ചിട്ട് പിന്നെ കുറച്ച് ദിവസമൊക്കെ അങ്ങനെ പഠിച്ചിട്ട് അങ്ങനെ പഠിച്ചപ്പോൾ അങ്ങനെ ഇത്രയാണ് ഞാൻ ഇപ്പോൾ കവർ ചെയ്തിട്ടുള്ളത്. ചാപ്റ്റർ ഫിസിക്സ് നോക്കുകയാണെങ്കിൽ ഇതാ 6 ചാപ്റ്ററോളം പഠിച്ചിട്ടുണ്ട്. പിന്നെ 9ാമത്തെ ചാപ്റ്ററും ഇനി 3 ചാപ്റ്ററും കൂടി പഠിക്കണം എന്നാണ് എൻ്റെ ഒരു ഇത് ക്രിസ്മസ് എക്സാമിന്. പിന്നെ മാത്സ് നോക്കുകയാണെങ്കിൽ ഇതാ 3 ചാപ്റ്റർ അല്ല ഒരു 6 ചാപ്റ്ററോളം പഠിച്ചിട്ടുണ്ട്. ഞാൻ ടിക്കറ്റ് മറന്നു പോയതാണ്. പിന്നെ കെമിസ്ട്രി നോക്കുകയാണെങ്കിൽ കാണാം ഇതാ ഇത്ര 7 ചാപ്റ്ററോളം പഠിച്ചിട്ട് ഇനി ഒരു ചാപ്റ്ററും കൂടി പഠിക്കാനുള്ളൂ. 8 ചാപ്റ്ററിനെ ക്രിസ്മസ് എക്സാമിന് കെമിസ്ട്രി ഉള്ളൂ. മാത്സ് ആണെങ്കിൽ 11 ചാപ്റ്റർ ഉണ്ട് ക്രിസ്മസ് എക്സാമിന്. ഫിസിക്സ് ആണെങ്കിൽ എത്ര ചാപ്റ്റർ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഫിസിക്സ് എത്ര ചാപ്റ്റർ ഉണ്ടെന്ന് എനിക്ക് സംഭവം കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഫിസിക്സ് 14 ചാപ്റ്റർ, മാത്സ് 13 ചാപ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഇപ്പോൾ ഇവിടെ ഉള്ളൊരു ഗൈഡ് നോക്കിയപ്പോൾ അതിലാണെങ്കിൽ പറയുന്നത് ഫിസിക്സ് 13 ചാപ്റ്ററും മാത്സ് 14 ചാപ്റ്റർ എന്നാണ്. സംഭവം ഏതാണ് സത്യം എന്ന് എനിക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒന്ന് പറയാം എത്ര ചാപ്റ്റർ ഉണ്ടാവും ഫിസിക്സിൽ എന്നൊക്കെ. ഫിസിക്സിലും മാത്സിലും എത്ര ചാപ്റ്റർ ഉണ്ട് എനിക്ക് കൺഫ്യൂസിങ് ആണ്. പിന്നെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അതന്നെ ആ കാണിച്ച ചാപ്റ്റേഴ്സൊക്കെ തീർക്കണമെന്നുണ്ട്. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ 24-ാം തീയതി. ഇനിയിപ്പോൾ എത്ര ദിവസം ഉണ്ട് നോക്കുകയാണെങ്കിൽ 24. ക്രിസ്മസ് എക്സാമിന് എത്ര ദിവസം നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നണേ ഡിസംബർ 9-നായിട്ടാണ് ക്രിസ്മസ് എക്സാം സ്റ്റാർട്ട് ചെയ്യണേ. അപ്പോൾ നോക്കുകയാണെങ്കിൽ 24, 25, 26, 27, 28, 29, 30, 31, 1, 2, 3, 4, 5, 6, 7, 8, 9, 16 ദിവസം ഞാൻ അങ്ങോട്ടുണ്ട്. 16 ദിവസത്തിൽ എത്രത്തോളം എനിക്ക് എഫക്റ്റീവാക്കി യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്ന അറിഞ്ഞൂടാ. പക്ഷേ മാക്സിമം എഫക്റ്റീവ് ആക്കാൻ തന്നെ ഞാൻ നോക്കുന്നുണ്ട്. കാരണം ക്രിസ്മസ് എക്സാമിന് നല്ല സ്കോർ ഉണ്ടെങ്കിൽ അത്രയും നമ്മൾ പഠിച്ചെന്നാണ് അർത്ഥം. അപ്പോൾ പബ്ലിക് എക്സാമിനും നല്ല രീതിയിൽ എഫക്റ്റീവ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ടഫിട്ട് പഠിക്കാൻ നോക്കുക. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടി ഒരു പബ്ലിക് എക്സാമിനാവുകയാണെങ്കിൽ ടഫിട്ട് പഠിക്കാന്നൊക്കെ പറയാനേ കഴിയുള്ളൂ. സിമ്പിൾ അല്ലത്. കാരണം പ്ലസ് ടുക്കാർക്ക് അറിയുള്ളൂ അതിൻ്റെ അടുത്ത്. പ്ലസ് ടുക്കാർക്കല്ല, പ്ലസ് ടു കഴിഞ്ഞ് അതിൻ്റെ മേലെത്തുമ്പോൾ അതിന് വലിയ പണി ഉണ്ടാവും. പക്ഷേ പ്ലസ് ടുവിലുള്ള പണി എന്ന് പറഞ്ഞാൽ അപാര പണിയാണ്. റെക്കോർഡ്, അസൈൻമെൻറ്റ്, നോട്ട്സ് കംപ്ലീറ്റ് ആക്കണം. പിന്നെ മോഡൽ എക്സാം, എൻട്രൻസ്, എന്തൊക്കെയുണ്ട്. ഏറ്റവും പണി പ്ലസ് ടുക്കാർക്ക് തന്നെ എൻ്റെ അറിവ് വെച്ചിട്ട് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ എൻട്രൻസ് കോച്ചിങ് എന്ന് പറഞ്ഞാൽ നല്ല പണി ഉണ്ടാവും. പക്ഷേ പ്ലസ് ടു വരെയുള്ള 1 മുതൽ പ്ലസ് ടു വരെയുള്ള ഏറ്റവും പണി പ്ലസ് ടു ആണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പോൾ എന്താ പറയുക, ഇതന്നെയാണ്, ഇത്ര തന്നെ ഉള്ളൂ സ്റ്റഡി പ്ലാനൊക്കെ. സ്റ്റഡി പ്ലാൻ എന്ന് പറയാൻ മാത്രം വലിയ പ്ലാനൊന്നുമില്ല ഇവിടെ. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ഈ ടിക്കറ്റൊക്കെ നിങ്ങൾ കണ്ടില്ലേ, അതിൽ ഫുള്ളൊന്നും പഠിച്ചില്ല. ഫുള്ള് പഠിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം പഠിച്ചിനെ, പക്ഷേ റിവിഷൻ ചെയ്തില്ല. റിവിഷൻ ചെയ്ത് എങ്ങനെ ഓർമ്മക്കാനാണ് അതൊക്കെ അറിഞ്ഞൂടാ. ഫിസിക്സിലൊക്കെ 4, 5 മറന്നേ പോയി. കെമിസ്ട്രിയിലും അങ്ങനെ തന്നെയൊക്കെയാണ്. ഓർഗാനിക് കെമിസ്ട്രിയൊക്കെ റിവിഷൻ അത്ര ചെയ്യല്ല. അതിനോട് തന്നെ അത്ര എഫക്റ്റീവ് ഒന്നുമില്ല പഠിച്ച ടിക്കറ്റൊക്കെ. ഇനിയിപ്പോൾ അത് റിവൈസ് ചെയ്യാണ്ട് നിങ്ങളെ പ്ലാൻസൊക്കെ എങ്ങനെ പോകുന്നത്, ഇപ്പോൾ എങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഉണ്ടോ അതൊക്കെ ഒന്ന് കമൻറ്റ് ഇടാം. പിന്നെ കുറേ ആൾക്കാരിനോട് സ്റ്റഡി ടിപ്സൊക്കെ ചോദിക്കലുണ്ട്. ഞാൻ എന്തെടുത്ത് പറയാനാണ്, വലിയ സ്റ്റഡി ടിപ്സ് ഒന്നും ഇല്ല. പഠിക്കുക, റിവിഷൻ ചെയ്യുക, അത്ര തന്നെ ഉള്ളൂ. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക, അതൊക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ. പിന്നെ വേറെ ഒന്നും ഇല്ലേക്ക് പറയാം. അപ്പം ഇത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ എന്താണ് ക്രിസ്മസ് എക്സാം സ്റ്റഡി പ്ലാൻ എന്നിട്ട് വേറെ എന്തൊക്കെയോ പറഞ്ഞിട്ട് എന്താണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഈ കൊല്ലം തന്നെ 10K അടിക്കണം എന്നാണ്. ഇപ്പോൾ നവംബറായി, ഇനി ഡിസംബറും കൂടി ഉള്ളൂ. ഒരു മാസം കൊണ്ട് നമുക്ക് ക്രിസ്മസ് എക്സാമിനൊക്കെ നല്ല വീഡിയോസ് ഇടാം. സ്റ്റഡി വ്ളോഗ്സൊക്കെ വരുന്നതായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്താവും അറിഞ്ഞൂടാ. പിന്നെ പുതിയ സാധനമൊക്കെ ഓർഡർ ചെയ്തിന്. ഒരു കിണ്ണ സാധനം ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുക. നിങ്ങൾ വിചാരിക്കാത്തൊരു സാധനമാണ്. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ.